2026 ഫിഫ വേൾഡ് കപ്പിലെ അവസാന ഗ്രൂപ്പായ എൽ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മരണ ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒന്നാമത്തെ ടീമായ ഇംഗ്ലണ്ട്, ദ ഫേവറേറ്റ്സ്, ഫിഫ റാങ്കിങ്ങിൽ 4-ാം സ്ഥാനത്ത്. ഹാരി കെയ്ൻ, ജൂഡ് ബെല്ലിംഗം, സാക്ക, ജോർദൻ പിക്ഫോർഡ് പോലത്തുള്ള സൂപ്പർ സ്റ്റാറുകളുള്ള ടീമാണ് ഇംഗ്ലണ്ട്. വൺ ഓഫ് ദി ബെസ്റ്റ് ടീം ഇൻ ദ വേൾഡ് റൈറ്റ് നൗ. ഈ വേൾഡ് കപ്പിൽ മിനിമം സെമിഫൈനലുകൾ എത്താനുള്ള ചാൻസ് ഉള്ള ടീമാണ് ഇംഗ്ലണ്ട്. ഗ്രൂപ്പിൽ 1-ാം സ്ഥാനം അത് ഉറപ്പാണ്. രണ്ടാമത്തെ ടീമായ ക്രൊയേഷ്യ, ദ യൂറോപ്യൻ കണ്ടന്റേഴ്സ് ആൻഡ് ഡാർക്ക് ഹോഴ്സ്, ഫിഫ റാങ്കിങ്ങിൽ 11-ാം സ്ഥാനത്ത്. 2018 വേൾഡ് കപ്പിലെ റണ്ണേഴ്സ് അപ്പ് ആയിരുന്നു ക്രൊയേഷ്യ. മാത്രമല്ല 2022 സെമി ഫൈനലിസ്റ്റുമായിരുന്നു ക്രൊയേഷ്യ. ദ ക്യാപ്റ്റൻ ആൻഡ് ദ ലെജൻഡ് ലൂക്ക മോഡ്രിച്ച് നയിക്കുന്ന ടീമാണ് ക്രൊയേഷ്യ. ഒരു കൺസിസ്റ്റൻസി ഉള്ള ടീമാണ്. ഏതൊരു ടീമിനെ കിട്ടിയാലും തോൽപ്പിക്കാൻ കഴിവുള്ള ഒരു ടീമാണ് ക്രൊയേഷ്യ. ടെക്നിക്കൽ ക്വാളിറ്റിയും പരിചയമുള്ള ടീം. ഇംഗ്ലണ്ടിന് വലിയ ഭീഷണി ഈ ക്രൊയേഷ്യ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ആൻഡ് മൂന്നാമത്തെ ടീമായ ഗാന, ദ ആഫ്രിക്കൻ ഡാർക്ക് ഹോഴ്സ്, ഫിഫ റാങ്കിങ്ങിൽ 72-ാം സ്ഥാനത്ത്. തോമസ് പാർട്ടി, പിന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ സെമെനിയോ പോലത്തുള്ള സൂപ്പർ സ്റ്റാറുകൾ, അത്ലറ്റിക് ആൻഡ് പാഷനറ്റ്. ഈ ഗ്രൂപ്പിൽ ക്രൊയേഷ്യക്കും ഇംഗ്ലണ്ടിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഗാന തന്നെയായിരിക്കും. ആഫ്രിക്കൻ ഊർജ്ജവും വേഗതയുമുള്ള ടീം. സർപ്രൈസ് തരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ടീമും കൂടിയാണ് ഗാന. ഈ ഗ്രൂപ്പിലെ അവസാന ടീമായ പനാമ, ദ സെൻട്രൽ അമേരിക്കൻസ്, ഫിഫ റാങ്കിങ്ങിൽ 33-ാം സ്ഥാനത്ത്. ടഫ്, ഓർഗനൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ്. ഇംഗ്ലണ്ടിനെയും ക്രൊയേഷ്യനെ കട്ടിമറിച്ച് എങ്ങനെയെങ്കിലും പോയിന്റ് നേടാൻ ശ്രമിക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഈ ഗ്രൂപ്പിലെ ഒരു മത്സരങ്ങളും മിസ്സാക്കാൻ. എനിവേ നമുക്കറിയാം എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും 1-2 സ്ഥാനക്കാർ ഡയറക്ട്ലി നോക്കൌട്ടിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നുള്ളത്. 3-ാം സ്ഥാനത്തുള്ള മികച്ച 8 ടീമുകളും നോക്കൌട്ടിലേക്ക് ക്വാളിഫൈ ആവും. അതുകൊണ്ട് ഗ്രൂപ്പ് റൗണ്ട് കഴിഞ്ഞാൽ നേരെ പോകുന്ന റൗണ്ട് ഓഫ് 16ലേക്കല്ല, റൗണ്ട് ഓഫ് 32ലേക്കാണ്. കാരണം ഈ വേൾഡ് കപ്പിൽ 48 ടീംസാണ് കളിക്കുന്നതാണ്. എനിവേ ഈ ഗ്രൂപ്പിലെ എന്റെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത് 1-ാം സ്ഥാനത്ത് ഇംഗ്ലണ്ട്, 2-ാം സ്ഥാനത്ത് ക്രൊയേഷ്യ, 3-ാം സ്ഥാനത്ത് ഗാന, 4-ാം സ്ഥാനത്തായിരിക്കും പനാമ എന്നുള്ളത്. എല്ലാ ഗ്രൂപ്പുകളുടെ ടീമുകളെ കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവില്ലേ. ഇനി നമുക്ക് കളിയിൽ വെച്ച് കാണാം. സോ നമ്മളെ ഫുട്ബോൾ കോണ്ടന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോളി.